ലോകകപ്പ് സെമിഫൈനലിൽ ഒന്ന് പൊരുതാൻ പോലും സാധിക്കാതെ വീണുപോയ ഫ്രാൻസിനെ കണ്ടപ്പോൾ ഞാൻ സിനസിൻ സിദാനെക്കുറിച്ച് ഓർത്തുപോയി. സിദാൻ കളിച്ചിരുന്ന കാലത്ത് ലോകകപ്പിലോ യൂറോ കപ്പിലോ ഫ്രാൻസ് സ്പെയിന് മുന്നിൽ തലകുനിച്ചിട്ടില്ല. സിദാൻ ബൂട്ടുകൾ അഴിച്ചു വെച്ചതിന് ശേഷം ഒരു പ്രധാന ടൂർണമെൻറ്റിൽ സ്പാനിഷ് പടയെ പരാജയപ്പെടുത്തുവാൻ ഫ്രാൻസിന് സാധിച്ചിട്ടുമില്ല. സിദാൻ ആരായിരുന്നുവെന്ന് ഈ റെക്കോർഡുകൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. 2006 ലോകകപ്പ് പ്രീ ക്വാർട്ടർ മത്സരത്തിൽ സ്പെയിനും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ആ ഗെയിമിൽ സിദാൻ കാഴ്ചവെച്ച പ്രകടനം ഒരു കാലത്തും മനസ്സിൽ നിന്നും മാഞ്ഞു പോകുകയുമില്ല. അന്ന് സിദാൻ ഒരുപാട് വെല്ലുവിളിയുടെ മധ്യത്തിലൂടെയായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുകയായിരുന്ന സിദാനെ പ്രായവും പരുക്കും വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു. അക്കാലത്തെ ലാലീഗിലെ ഏറ്റവും മികച്ച 40 താരങ്ങളുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ സിദാൻ അതിൽ ഉൾപ്പെടുകയില്ല എന്ന് പല ഫുട്ബോൾ പണ്ഡിതരും വിധിയെഴുതി കഴിഞ്ഞ കാലം. അങ്ങനെ ഒരുപാട് മുറിവുകളുടെ നീറ്റിലുമായിട്ടാണ് സിദാൻ 2006 ലോകകപ്പിൽ പങ്കുചേരാനെത്തുന്നത്. ഗ്രൂപ്പ് സ്റ്റേജിലെ ഫ്രാൻസ് ടീമിൻ്റെ പ്രകടനങ്ങൾ നന്നേ നിരാശപ്പെടുത്തുന്നതായിരുന്നു. 2 സമനിലകളും ഒരു വിജയവും കരസ്ഥമാക്കിയ ഫ്രാൻസ് 6 പിന്നിലായിട്ടായിരുന്നു ഗ്രൂപ്പിൽ ഫിനിഷ് ചെയ്തത്. ടൊഗോയ്ക്കെതിരെ ഗെയിമിലായിരുന്നു ഫ്രാൻസിൻ്റെ ഏക വിജയം പിറക്കുന്നത്. ആ മത്സരത്തിൽ സിദാൻ കളിച്ചിരുന്നില്ല. സിദാൻ പുറത്തിരിക്കുകയും ഫ്രാൻസ് ലോകകപ്പിലെ ആദ്യ വിജയം സ്വന്തമാക്കുകയും ചെയ്തതോടെ ഫ്രഞ്ച് നായകൻ്റെ രക്തത്തിനു വേണ്ടിയുള്ള മുറിവിളികൾ ശക്തമായി ഉയർന്നുകൊണ്ടേയിരുന്നു. പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസിൻ്റെ എതിരാളികളായിരുന്ന സ്പെയിൻ അത്യുജ്വലമായ ഫോമിലായിരുന്നു. അവരുടെ ടീമിന് ശരാശരി പ്രായം 25 ആയിരുന്നു. അതിനു മുമ്പ് കളിച്ച 26 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ സ്പെയിൻ തോൽവി അറിഞ്ഞിരുന്നുമില്ല. വയസ്സൻ പടയെന്ന് ആക്ഷേപിക്കപ്പെട്ടിരുന്ന ഫ്രാൻസിനെ സ്പെയിൻ അടിയറവ് പറയിപ്പിക്കുമെന്ന് എല്ലാവരും വിചാരിച്ചു. പ്രമുഖ സ്പാനിഷ് ദിനപത്രമായ മാർസയിൽ ഒരു വിവാദ തലക്കെട്ട് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഞങ്ങൾ സിദാനെ റിട്ടയർ ചെയ്യിക്കുവാൻ പോകുകയാണെന്ന്. പ്രീ ക്വാർട്ടർ ആരംഭിക്കുമ്പോൾ 3-ാം മിനിറ്റിൽ ഫ്രാൻസിന് ഒരു കോർണർ ലഭിച്ചു. സ്പാനിഷ് ആരാധകരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് സിദാൻ ആ കിക്കെടുത്തു. അപ്പോൾ കാണികൾ ഗുഡ് ബൈ സിദാൻ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ടിരുന്നു. ഡേവിഡ് വിയയുടെ പെനാൽറ്റിയുടെ സഹായത്തോടെ നേടിയ ഗോളിൽ സ്പെയിൻ ലീഡ് നേടുന്നുണ്ട്. ഫ്രാങ്ക് റിബറി ഫ്രാൻസിന് വേണ്ടി വലകൊലുക്കിയതോടെ സ്കോർ 1-1 നിലയിലായി. കളിയുടെ 83-ാം മിനിറ്റ്. ആ അവസ്ഥയിലേക്ക് ഒരു മാറ്റവും വന്നില്ല. പിന്നീടാണ് സിദാൻ തൻ്റെ വിശ്വരൂപം പുറത്തെടുക്കുന്നത്. ആദ്യം സിദാൻ തൊടുത്തുവിട്ട ഫ്രീ കിക്കിലൂടെ പാട്രിക് വിയേര സ്കോർ ചെയ്യുന്നുണ്ട്. 7 മിനിറ്റുകൾക്ക് ശേഷം സിദാനും ഗോളടിക്കുന്നു. 3-1 നിലയിൽ ഫ്രാൻസിന് മിന്നുന്ന ജയം. പിന്നീട് സിംഹഗർജനം പോലെ സിദാൻ പ്രഖ്യാപിക്കുന്നു, എപ്പോൾ വിരമിക്കണമെന്ന് എൻ്റെ സ്വാതന്ത്ര്യമാണ്. അക്കാര്യം തീരുമാനിക്കേണ്ടത് മാർസയല്ല എന്ന്. ആ ലോകകപ്പിൽ ഫ്രാൻസ് റണ്ണേഴ്സപ്പായി മടങ്ങുന്നുണ്ട്. ഫൈനലിൽ സിദാന് ചുവപ്പ് കാർഡ് കിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഫ്രാൻസ് തന്നെ ആ കിരീടം ഉയർത്തുമായിരുന്നു. 2026 ലോകകപ്പ് സെമിയിൽ ഫ്രാൻസ് മിസ് ചെയ്തത് ആ സിദാൻ ടച്ചായിരുന്നു. ഇത്തവണയും സ്പെയിൻ പെനാൽറ്റിയിലൂടെ ആദ്യം വലകൊലുക്കുന്നുണ്ട്. പക്ഷേ ഫ്രാൻസിനെ തിരിച്ചു കൊണ്ടുവരുവാൻ ശേഷിയുള്ള ഒരു സിദാൻ ഫ്രഞ്ച് ആർമിയിൽ ഇല്ലാതെ പോയി. കിലിയൻ എംബാപ്പെ തീർച്ചയായും മഹാനായ ഒരു കളിക്കാരൻ തന്നെയാണ്. പക്ഷെ മറ്റൊരു സിദാൻ ഇനി ഉണ്ടാകുകയില്ല. ആ സത്യം അംഗീകരിച്ച് മതിയാകും. ഫ്രാൻസിൻ്റെ പുതിയ പരിശീലകനായി സിദാൻ എത്തുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അത് സത്യമാകട്ടെ. ഫ്രാൻസിന് നഷ്ടപ്പെട്ട പറുദീസ സിദാൻ തൻ്റെ ഉരുളൻ കൈയിലൂടെ തിരിച്ചു പിടിക്കട്ടെ. കാലം കണക്കുകൾ ചോദിക്കട്ടെ.